ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും ഹാപ്പി ഓണം. അപ്പോൾ ഈ സമയത്ത് നമുക്കൊരു മധുരം ഉണ്ടാക്കാം കേട്ടോ. ഒന്ന് നമ്മൾ വെർമിസെല്ലിയുടെ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനൊരു 150 ഗ്രാം വെർമിസെല്ലിയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. എല്ലാ ഇൻഗ്രീഡിയൻസും അതിൻ്റെ അളവുകളൊക്കെ ഞാൻ ഉപയോഗിക്കുന്ന ഉണ്ടാക്കുന്ന സമയത്ത് പറയാമെന്ന് ചോദിച്ചാൽ അതുകൊണ്ടാണ് കേട്ടോ ആദ്യം കാണിക്കാത്തത്. അപ്പോൾ ഞാനൊരു ചുവട് കട്ടിയുള്ള ഉരുളി എടുത്തിട്ടുണ്ട്. എല്ലാ പായസം ഉണ്ടാക്കുമ്പോഴും നമ്മൾ ഇങ്ങനെയുള്ള കട്ടിയുള്ള പാത്രങ്ങൾ എടുക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ ഒരു സ്പൂൺ നെയ്യിൽ ഞാൻ നമ്മുടെ ഈ വെർമിസെല്ലി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ റോസ്റ്റ് ചെയ്തതൊക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ ഈ റോസ്റ്റ് ചെയ്തതാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്നിങ്ങനെ നെയ്യിലൊന്ന് ചൂടാക്കി എടുക്കണം. ഇത്ര ചൂടാക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി റോസ്റ്റ് ചെയ്തതാണെങ്കിൽ. ഇത് റോസ്റ്റ് ചെയ്യാത്തതായതുകൊണ്ട് ഞാൻ നന്നായിട്ട് തന്നെ റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും കേട്ടോ. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് തന്നെ ശ്രദ്ധിക്കണം, കരിഞ്ഞു പോകാതെ നോക്കണം കേട്ടോ. ജസ്റ്റ് ഒരു 2 മിനിറ്റ് അത്രയും വറുക്കേണ്ട ആവശ്യമുള്ളൂ. എന്നിട്ടൊന്ന് വേറെ പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കുക. പിന്നെ 2 പാത്രത്തിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. മറ്റൊരു പാനിൽ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതുപോലെ തന്നെ പായസം വേറൊരു പാത്രത്തിലും ഉണ്ടാക്കുക. ഞാനിപ്പോൾ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ തന്നെ എല്ലാം ചെയ്യാണ് കേട്ടോ. അപ്പോൾ എല്ലാം ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പാൽ ഒഴിച്ചു കൊടുക്കുക. ഞാൻ 1 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ 150 ഗ്രാം വെർമിസെല്ലിക്ക് ഞാനിവിടെ 1 ലിറ്റർ പാലാണ് കേട്ടോ എടുക്കുന്നത്. പാലും അതുപോലെ ഇതിലേക്ക് ഞാനൊരു 2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മൾ പാലിൽ അളവിൽ മാറ്റം വരുന്നതിനനുസരിച്ച് നമ്മുടെ വെർമിസെല്ലിൻ്റെ അളവും നമ്മൾ മാറ്റം വരുത്തണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 ലിറ്റർ പാലിന് 2 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. പിന്നെ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെള്ളം ഒഴിക്കുന്ന ആ ഒരു വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് റെക്കോർഡായില്ല കേട്ടോ, അതാണ് സോറി. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 5 സ്പൂൺ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രയാണോ മധുരം ആവശ്യം അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു മധുരം ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പിഞ്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് മധുരപലഹാരം നമ്മൾ ഉണ്ടാക്കുമ്പോഴാണെങ്കിലും ഉപ്പിട്ട് കൊടുത്താൽ ആ ഒരു മധുരത്തിനൊരു ബാലൻസ് കിട്ടും കേട്ടോ. അപ്പോൾ അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഉപ്പുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിള വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന വെർമിസെല്ലി ഇട്ട് കൊടുക്കുക. വെർമിസെല്ലി കട്ടായിട്ട് ഇങ്ങനെ നിൽക്കും നമ്മൾ ഇട്ട് കൊടുത്ത പാടെ ഇളക്കിയിട്ടില്ലെങ്കിൽ. അപ്പോൾ ഇത് ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ പായസം ഒന്നും അടുപ്പത്ത് വെച്ചിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും മാറിപ്പോകരുത്. അടുപ്പിൻ്റെ അടുത്ത് തന്നെ നിൽക്കുക കേട്ടോ. ഇതൊരു 10 മിനിറ്റ് കൊണ്ടാവുന്ന പെട്ടെന്നാവുന്നൊരു പായസമാണ്. അതുകൊണ്ട് അധിക സമയം നമുക്ക് ബോറടിക്കൊന്നുമില്ല കേട്ടോ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ കരിഞ്ഞൊരു ടേസ്റ്റൊക്കെ വരും, കരിഞ്ഞോ അടിയിൽ പിടിക്കും, അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണേ. ഇനി ഒരുവിധം ഇത് കുറുകി വന്നപ്പോൾ ഞാൻ ഇതിലേക്ക് 1 സ്പൂൺ ഏലക്ക പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് തന്നെ ഒന്നും കൂടെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒന്നും കൂടെ കുറുകട്ടെ. അതുപോലെ വേവ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അത് നമ്മളിങ്ങനെ തൊടുമ്പോൾ അതിങ്ങനെ അലിഞ്ഞു പോകും, അതാണ് അതിൻ്റെ ഒരു വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്ക് ഓണത്തിനൊക്കെ സദ്യക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പായസങ്ങൾ അത്യാവശ്യം കുറുകിയ ഒരു രൂപത്തിലിരിക്കും. അല്ലാത്ത സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയല്ല. അപ്പം ഈ ഒരു പരിവാണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ കുറുകൽ കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളവും പാലും കൂടെ ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഈ ഒരു പായസം നന്നായിട്ട് കുറുകി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നേരം കഴിയുമ്പോൾ ഇത് കട്ട പിടിച്ചു അങ്ങനത്തെ ഒരു സംഭവമാണിത്. അപ്പോൾ ആ സമയത്ത് അങ്ങനെ സംഭവിച്ചാലും നമുക്ക് കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് പാലും ചൂടുവെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഇതുപോലെ യൂസ് ചെയ്യുന്ന സമയത്തും അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യൂസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ നെയ്യിൽ കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടി വറുത്തും കൂടി ആ നെയ്യോടുകൂടി ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ യഥാർത്ഥം നമ്മുടെ പായസത്തിൻ്റെ തനി ഫ്ലേവറും വരുന്നുണ്ട് കേട്ടോ. നല്ല കിഡിലും പായസമായിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ വെർമിസെല്ലി പായസം ഒന്നും ഉണ്ടാക്കി നോക്കാത്ത ബിഗിനേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാട്ടോ ഈ റെസിപ്പി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഉമ്മീസ് ലൈഫ് സ്റ്റൈൽ.